ബ്രൈറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഉപ്പിലിട്ട ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോയാണ്. ഈ ചിക്കൻ ഞാൻ സ്കിൻ കളയാതെയാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്കിന്ന് കളയാതെ എടുത്താലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, നമുക്ക് ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സ്കിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ അത് തന്നെയല്ല, ഇത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി തട്ടിൻ്റെ അകത്താണ്. ഇഡ്ഡലി പാത്രമാണിത്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇഡ്ഡലി പാത്രം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകൾ നമുക്ക് വേണ്ട. ഈ തട്ടുകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ തട്ടുകളൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഈ സ്ട്രെയിനർ പോലെയുള്ള തട്ടുണ്ട്. ഈ തട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിനർ മാറ്റി വെച്ചതിന് ശേഷം, ഇത് ഉപ്പ് പാക്കറ്റാണ്, ഉപ്പുകല്ലിൻ്റെ പാക്കറ്റാണ്, ഉപ്പുകല്ല്. അത് നമുക്ക് പൊട്ടിച്ച് പാത്രത്തിലേക്കിടാം. അപ്പോൾ ഒരു പാക്കറ്റ് ഉപ്പ് കല്ല് നമ്മൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ട്രെയിനർ ഇറക്കി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഓരോ വരകൾ ഇട്ട് കൊടുക്കണം. ഇതേപോലെ വര ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് വരകൾ ഇട്ട് കൊടുക്കണം. വരകളൊക്കെ ഇട്ട് നമ്മൾ ഇനി ചിക്കൻ ഇതേപോലെ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഇത് പാത്രത്തിൻ്റെ അടപ്പാണ്. ഈ അടപ്പ് വെച്ച് നന്നായിട്ട് അടയ്ക്കണം. എന്നിട്ട് നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടപ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഭാഗത്തേക്കൂടെ എയർ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. മൈദയോ ആട്ടമാവോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സീൽ ചെയ്ത് മൈദ കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഇത് സീൽ ചെയ്യാനായിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ സീൽ ചെയ്യാനായിട്ടുള്ള മൈദ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മൈദ കുഴച്ച് ഇതേപോലെ ആക്കിയെടുത്തതാണ്. ഇനി നമുക്കതിങ്ങനെ ചേർത്ത് വെച്ച് സീൽ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് സീൽ ചെയ്താണ്. ഇപ്പോൾ ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് സെറ്റ് ചെയ്യാം. വിറകൊക്കെ വെച്ച് അടുപ്പൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കുഴ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് പുറത്ത് നമുക്കൊരു വെയിറ്റ് വെക്കാനുള്ളതാണ്. അപ്പം ഈ കുഴയുടെ ലെവൽ ഒപ്പിക്കാനായിട്ട് 2 കട്ടക്കഷ്ണം ഞാനിവിടെ വയ്ക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു ചെറിയൊരു സിമെൻറ്റ് കട്ട വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 1.25 മണിക്കൂറോളം നമ്മളിപ്പോൾ വേവിച്ചതാണ്. ഇനി നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം.
അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉപ്പിലിട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് എങ്ങനെയാണെന്നും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മൾ ഇപ്പോൾ ചെറിയൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. മുളകിൻ്റെ ചട്നി ഉണ്ടാക്കിയേക്കണതാണ്, ചുവന്ന മുളകിൻ്റെ ചട്നി ഉണ്ടാക്കിയേക്കണ, ഉണക്കമുളക് ഇട്ടിട്ട് ചെയ്തേക്കണതാണ്. പിന്നെ ഇത് സോസാണ്, ടൊമാറ്റോ സോസ്. പിന്നെ നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് ഇച്ചിരി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ലോണം വെന്തിട്ടില്ലേ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വേറെ ഓയിലോ അങ്ങനെ ഒന്നും ചേരുന്നില്ല. ചിക്കൻ്റെ അകത്തുള്ള ഓയിലോ തന്നെ വെച്ചിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും കൂടി നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അപ്പം പുതിയ വീഡിയോസുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.